أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما. വളരെയേറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എവിടെ വച്ചായിരുന്നു? യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിൽ ഉപേക്ഷിച്ചു കൊണ്ടുവന്ന സഹോദരന്മാർ അവരുടെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമിനോട് യൂസുഫ് അലൈഹിസ്സലാമിനെ കളഞ്ഞുപോയി എന്നൊക്കെയുള്ള ആ ഒരു നാടകം, അതിൻ്റെ ചിത്രീകരണമായിരുന്നു കഴിഞ്ഞ ക്ലാസ് അല്ലേ? അവരെന്തായിരുന്നു പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? അവരുടെ കള്ളക്കഥകളും അവരുടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും യാക്കൂബ് അലൈഹിസ്സലാമിനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ആ ഒരു അറിവ് യാക്കൂബ് അലൈഹിസ്സലാമിന് കിട്ടിക്കഴിഞ്ഞിരുന്നു. എന്തോ ഒരു വിപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ സഹോദരന്മാരെല്ലാവരും കൂടി എന്തോ ഒരു കുതന്ത്രം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മേൽ പണിതിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ശരിക്കും യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു സംഭവങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് വന്ന് സ്വന്തം വാപ്പാനെ, അള്ളാഹുവിനെ, നബിയായ യാക്കൂബ് അലൈഹിസ്സലാമിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന മക്കളെ കണ്ടിട്ട് അവരോട് കോപിക്കുകയോ അവരോട് വളരെ വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഫസബറുൻ ജമീൽ, ഇനി ഭംഗിയായി വളരെ ഭംഗിയോടുകൂടി ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് മാർഗമുള്ളൂ എന്ന് സ്വയം ആശ്വസിപ്പിക്കുന്ന, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്നവരോട് പറയുന്ന വാപ്പയിനെയാണ് കാണുന്നത് അല്ലേ? റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന, അവരെന്ത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് അതിലെ ഷെറിനെ തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ തൊട്ട് അള്ളാഹുവിൽ ഞാൻ എൻ്റെ വരം ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു എന്ന് പറയുന്ന ഒരു വാപ്പയിനെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ? അവിടെയായിരുന്നു നമ്മുടെ ക്ലാസ് അവസാനിച്ചതും. അപ്പോൾ വളരെ പാരൻറ്റിങ് ടിപ്പും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോലും എങ്ങനെ നമ്മൾ ക്ഷമ കൈക്കൊള്ളാം, ക്ഷമ എങ്ങനെയാണ് ഭംഗിയോടുകൂടി നമ്മൾ ക്ഷമ അവലംബിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പഠിപ്പിച്ച ഒരു പാഠമായിരുന്നു കഴിഞ്ഞ ക്ലാസ് അല്ലേ? അതിൻ്റെ തുടർച്ച എന്നോണം ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് 19 മുതലുള്ള ആയത്തുകളാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കാണാമല്ലേ, സഹോദരന്മാർ തിരിച്ച് വാപ്പാടടുത്ത് രാത്രി സമയത്തെത്തി ആ കഥകളെല്ലാം വിവരിക്കുന്നതും അവർ തമ്മിലുണ്ടാവുന്ന ഒരു സംഭാഷണമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് 19ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മുടെ ശ്രദ്ധ യൂസുഫ് അലൈഹിസ്സലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. എന്താണ് യൂസുഫ് അലൈഹിസ്സലാമിന് സംഭവിച്ചത് എന്ന് നമ്മളോട് വിവരിച്ച് നൽകുകയാണ് അല്ലേ? ആ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക്, ആ കിണറ്റിലേക്കാണ്, ആ ജുബിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 19ാമത്തെ ആയത്തിൽ നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നത്. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. ഒരു യാത്രാ സംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിന് അയച്ചു. എന്ന് പറഞ്ഞാൽ വെള്ളമെടുക്കാൻ വേണ്ടി ഒരാളെ അയച്ചു. അവൻ അവൻ്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു,
സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്തു ഒരു കച്ചവട ചരക്കായി ഒളിച്ചു വെക്കുകയും ചെയ്തു. അള്ളാഹു ആകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനുമാണ്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം ഇൻഷാ അല്ലാഹ്. വജാഅത്ത് വന്നു, സയ്യാറത്തുൻ ഒരു യാത്രാ സംഘം, ഫഅർസലു എന്നിട്ടവർ അയച്ചു, വാരിദഹും അവരുടെ വക വെള്ളത്തിനു പോകുന്നവനെ, ഫഅദ്ല എന്നിട്ടവൻ താഴ്ത്തി അല്ലെങ്കിൽ ഇറക്കി, ദൽവ അവൻ്റെ തൊട്ടി, ഖാല അവൻ പറഞ്ഞു, യാ ബുഷ്റ സന്തോഷമേ, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ, ഹാദാ ഗുലാമുൻ ഇതാ ഒരു ബാലൻ, വ അസറൂഹു അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കുകയും ചെയ്തു, ബിദാഅതൻ ഒരു ചരക്കായി, വല്ലാഹു അല്ലാഹു ആകട്ടെ അലീമുൻ അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വജാഅത് സയ്യാറത്തുൻ ഫഅർസലു വാരിദഹും ഫഅദ്ലാ ദൽവ ഒടുവിൽ ഒരു യാത്രാ സംഘം അവിടെ എത്തി. കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനായി അവർ നിൽക്കുകയായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സയ്യാറ എന്ന പദം കാർ എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല കേട്ടോ. നമ്മൾ സയ്യാറ എന്ന് സാധാരണ രീതിയിൽ അറിയപ്പെടുന്നത് കാർ എന്നുള്ള അർത്ഥത്തിലാണല്ലേ. അല്ലെങ്കിൽ യാത്രക്കാർ എന്നിലുപരി യസിറു എന്ന മൂലപദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പരിചയസമ്പന്നരായ ദീർഘയാത്രക്കാർ അല്ലെങ്കിൽ പതിവായി ഒരു ദീർഘയാത്ര നടത്തുന്ന വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു കാരവാൻ എന്നാണ് ഇവിടെ സയ്യാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കാരവാൻ അവിടെ തങ്ങി നിന്നു. അവർ അവരുടെ വെള്ളം കൊണ്ടുവരുന്ന ആളെ അയച്ചു. അവൻ തൻ്റെ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കി. അപ്പോൾ വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ഒരാളെ നിയമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയാൾ എന്താണ് അവിടെ ചെയ്യുന്നത്? തൻ്റെ തന്നെ ബക്കറ്റ് അല്ലേ, അവൻ്റെ തന്നെ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കുന്നതായിട്ടും നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുക? സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? അവൻ സ്വന്തം ബക്കറ്റ് തന്നെയാണ് താഴത്തേക്ക് ഇടുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം അകപ്പെട്ട അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം വീണ് കിടന്നിരുന്ന ആ കിണർ അത് വളരെ പ്രാഥമികമായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പതിവായി ആളുകൾ ഉപയോഗിക്കുന്ന കിണറുകൾക്ക് സാധാരണയായി കപ്പിയും കയറും അല്ലെങ്കിൽ വലിപ്പോ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിനോട് സ്ഥിരമായി ബന്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. എന്നാൽ ഇത് അങ്ങനെ ഒരു കിണറല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കിണറിനെ കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കിണറിന് ജുബ്ബ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ജുബ്ബിനെ മനസ്സിലാക്കിയപ്പോൾ ആ ഒരു പദം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് വിശദീകരിച്ച് പഠിച്ചതാണ് ഓൾറെഡി അല്ലേ. അത് ആൾക്കാർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത അധികം ആരും ഉപയോഗിക്കാത്ത ആഴമേറിയ ബാക്കി സാധാരണ കിണറുകൾ പോലെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന് ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാത്ത ചിലപ്പോൾ വെള്ളം തന്നെ തീരെ ഇല്ലാത്ത കിണറുകളെയൊക്കെയാണ് ഈ ജുബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അയാൾ ആ വെള്ളം കോരാൻ വന്ന ആൾ അയാളുടെ തന്നെ ബക്കറ്റ് താഴേട്ട് ഇറക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. അങ്ങനെ ആ ബക്കറ്റ് താഴത്തേക്ക് ഇറക്കി പതിയെ വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആ കിണറ്റിലേക്ക് അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് നോക്കി നിന്നപ്പോൾ എന്താണ് കണ്ട കാഴ്ച? ഉടൻ തന്നെ അയാൾ പറയാണ്, ഖാല യാ ബുഷ്റ ഹാദാ ഗുലാമുൻ അല്ലേ. എന്താണ് പറയണത്? എത്ര നല്ല സന്തോഷ വാർത്തയാണിത്, ഞാൻ എന്താണ് ഈ കാണുന്നത് എന്നൊക്കെയാണ് അയാൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ എക്സ്ക്ലമേഷൻ മാർക്കാണ് ഈ യാ ബുഷ്റ, അല്ലെങ്കിൽ
എത്ര വലിയ സന്തോഷ വാർത്തയാണിത് എന്നൊക്കെ പറയാനാണ് യാ ബുഷ്റ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും അയാൾക്ക് ഇത്ര സന്തോഷം ഉണ്ടാകുന്നത്? അയാളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സന്തോഷമാണ് അവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അല്ലേ. ഖാല യാ ബുഷ്റ ഹാദാ ഗുലാമുൻ, ഇതൊരു ചെറിയ അല്ലെങ്കിൽ ഇതൊരു ബാലനാണല്ലോ, ഇതൊരു ആൺകുട്ടിയാണല്ലോ എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രായത്തെക്കുറിച്ച് ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാതൊരു രീതിയിലുള്ള മെൻഷൻ അല്ലെങ്കിൽ ഹിൻറ്റ് നൽകിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാദാ ഗുലാമുൻ എന്ന് പറയുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ഒരു ബാലനായിരുന്നു അല്ലേ. ഗുലാമുൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുട്ടീനെ സൂചിപ്പിക്കുന്നത്, ഏകദേശം 10 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 10 മുതൽ 13 ആ ഒരു ചെറിയ പ്രായത്തെ സൂചിപ്പിക്കുന്നതാണ് ഗുലാമുൻ എന്ന പദം. ഈ ഗുലാമുൻ എന്ന പദം നമുക്ക് സൂറത്ത് കഹഫ് വായിക്കുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അവസാനം ഹിദ്ർ നബിയും മൂസ അലൈഹിസ്സലാം തമ്മിലുള്ള സംഭാഷണത്തിലും അവർ തമ്മിലുള്ള ആ ഒരു ഇവൻറ്റ്സിലൊക്കെ നമുക്ക് ഈ ഗുലാമുൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര സന്തോഷം ഉണ്ടാവുക? ഒരിക്കലും ഒരു ചെറിയ കൊച്ച് ഒറ്റയ്ക്ക് അങ്ങനെ കിണറ്റിൽ കിടക്കുകയായിരുന്നു, ഞാൻ അവനെ കണ്ടെത്തി രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള സന്തോഷമല്ല അയാൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. മറിച്ച് ഈ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ നടക്കുന്ന ഈ സമയം അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ കാലഘട്ടത്തിൽ അടിമത്വം അല്ലെങ്കിൽ ഈ അടിമ വിൽപ്പന ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു. പോരാത്തതിനെ അവർ കച്ചവട സംഘം കൂടിയായിരുന്നു അല്ലേ. അവർക്കപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും വലിയ ട്രഷറാണല്ലോ, എങ്ങനെയെങ്കിലും ഈ ട്രഷറിനെ വിറ്റ് പൈസയാക്കാം എന്നുള്ള ചിന്തയിലാണ് അവർ പറയുന്നത്. ഖാല യാ ബുഷ്റ ഹാദാ ഗുലാമുൻ എന്ന്. അസറൂഹു ബിദാഅ. ആ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് എന്താ പറയുന്നത്? അവർ അദ്ദേഹത്തെ അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു കച്ചവട ചരക്കായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ അസറൂഹു എന്നുള്ള പദം ഉപയോഗിക്കുന്നതിലൂടെ ആ ലാസ്റ്റ് ഹ അല്ലെങ്കിൽ ആ ഹു വരുന്നതിലൂടെ എന്താ ഇവിടെ നടക്കുന്നത്? ആ ഒരു ഇത്രയും നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളാണ് കണ്ടതല്ലേ, ഒരാളാണ് വെള്ളം കോരാൻ വേണ്ടി അയക്കുന്നതും അയാളാണ് യാ ബുഷ്റ ഹാദാ ഗുലാമുൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ അസറൂഹു എന്ന് ഉപയോഗിക്കുന്നതോടെ അത് ജംആയി മാറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരല്ലേ, ഒരു പക്ഷേ ആ യാത്രാ സംഘത്തിലുള്ള എല്ലാവരും എന്നൊക്കെ ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ അതിനോട്ട് സൂചിപ്പിക്കാനാണ് അസറൂഹു എന്നുള്ള പദം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കോരാൻ വേണ്ടി അയച്ച ആൾ ഒരു പക്ഷേ തിരിച്ച് ഈ യാത്രാ സംഘത്തിനോട് ഈ നല്ല വാർത്ത അല്ലെങ്കിൽ വളരെ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാർത്ത വന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ. അവർ തമ്മിലൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണാം. അങ്ങനെ അവർക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും അവർ ഒരു തീരുമാനത്തിലെത്തുകയും അവരുടെ കച്ചവട ചരക്കിൻ്റെ കൂടെ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒളിപ്പിച്ചു വെക്കാൻ അവർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും അവരുടെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തി തിരികെ നൽകാനൊന്നും അല്ല അവരുടെ ഉദ്ദേശം അല്ലേ. അന്നത്തെ കാലത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അടിമത്വം അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അതല്ലേ. അപ്പോൾ അവർക്ക് കിട്ടിയൊരു വലിയ നിധിയാണ് യൂസുഫ് അലൈഹിസ്സലാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു യാത്രാ സംഘം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ ഡയമണ്ട് നെക്ലസോ അല്ലെങ്കിൽ കുറച്ച് സ്വർണം വീണ് ഒരു 10-15 പവൻ ഉള്ള സ്വർണം വീണ് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും അയാളുടെ അവസ്ഥ എന്നതുപോലെയായിരുന്നു ആ വെള്ളം കോരിയ ആളുടെ അവസ്ഥ അല്ലേ. ഇത്രയും വലിയൊരു നിധി കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷമായിരുന്നു അയാൾക്കുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ അവർക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ അത്രയും ചെറുപ്പമായ ഒരു ആൺകുട്ടിയെ അവർക്ക് അടിമ ചന്തയിലൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നുള്ളത് അല്ലേ. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ അവർ ആ ചാക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആ കച്ചവട ചരക്കിൻ്റെ ഇടയിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒളിപ്പിച്ചു വെക്കുകയും അങ്ങനെ അവർ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്രയാവുന്നതുമായിട്ടാണ്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനെ എല്ലാ രീതിയിലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്, രഹസ്യമായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആയത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്? വല്ലാഹു അലീമും ബിമാ യഅമലൂൻ. അള്ളാഹു ആകട്ടെ അവർ പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി, അവരെന്താണോ ചെയ്യുന്നത് അതിനെപ്പറ്റി പൂർണ്ണമായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നത്. എന്താണ് അവിടെ അള്ളാഹ് പറയുന്നത്? യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു നിധി അല്ലേ, അവർക്ക് കളഞ്ഞു കിട്ടിയ ഒരു നിധി പോലെ അടിമച്ചന്തയിൽ എങ്ങനെയെങ്കിലും വിറ്റ് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരും അത് കാണാതിരിക്കാൻ രഹസ്യമായി ഒളിപ്പിച്ച് ചരക്കുകളുടെ കൂട്ടത്തിൽ മൂടി വച്ച് കൊണ്ടുപോകുന്ന ഈ യാത്രാസംഘം, അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ആരുടെയൊക്കെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചാലും, ആരറിഞ്ഞില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളും കാണുന്നവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എല്ലാ രഹസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, എത്ര രഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പോലും, വേറെ ആരും സാക്ഷിയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സാക്ഷിയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. അവർ അദ്ദേഹത്തെ ഒരു നിസ്സാര വിലയ്ക്ക്, എണ്ണിക്കണക്കാക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ തുച്ഛമായ വിലക്ക് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ വശറൗഹു അവർ അദ്ദേഹത്തെ വിറ്റു, ബിസമനിൻ ഒരു വിലയ്ക്ക്, ബഹ്സിൻ നിസാരമായ തുച്ഛമായ, ദറാഹിമ അതായത് ദിർഹം അല്ലെങ്കിൽ വെള്ളിപ്പണം, വെള്ളി നാണയം എന്നൊക്കെ പറയും, മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ട, വകാനു അവരായിരുന്നു താനും, ഫീഹി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, മിനസ്സാഹിദീൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർ. വശറൗഹു ബിസമനിൻ ബഖ്സ് അല്ലേ, അങ്ങനെയാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വശറൗഹു എന്ന് പറയുന്നത് അവർ അദ്ദേഹത്തെ വിറ്റു എന്ന് പറയാനാണ് അല്ലേ. അറബി ഭാഷയിൽ അൽദാദ് ഫിൽ ലുഗത്തിൽ അറബിയ എന്ന് പറയും. അൽദാദുകൾ എന്താണ് ഈ അൽദാദുകൾ? വിപരീതമായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങൾ അറബി വാക്കുകളിൽ ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. ചിലപ്പോൾ അത് വിപരീത അർത്ഥമായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ വശറൗഹു എന്നുള്ള വാക്കിൽ തന്നെ വിറ്റു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിൻ്റെ മൂലപദം വരുന്നത് അല്ലെങ്കിൽ മൂലാക്ഷരങ്ങൾ വരുന്നത് ഷീൻ റ യാൻ. സാധാരണമായിട്ടും അതിൻ്റെ അർത്ഥം നമ്മൾ വാങ്ങുമ്പോഴാണ് ഉപയോഗിക്കുക. പക്ഷേ സന്ദർഭം അനുസരിച്ച് ഇതുപോലെ തന്നെ നമുക്ക് വിറ്റു എന്നും അർത്ഥം വരും. അപ്പോൾ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സൂറത്തുൽ കഹഫിൽ 79-ാമത്തെ ആയത്തിൽ വകാന വറാഅഹും മലിക്കുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗബ്ബ. അവിടെ വറാഅ എന്നർത്ഥം സാധാരണയായിട്ട് പ്രയോഗം വരുന്നത് പിന്നിൽ എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. പക്ഷെ ആ ഒരു ആയത്തിൽ അവിടെ പറയുന്നത്, അവിടെ വറാഅഹും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള വഴിയിൽ എന്നൊക്കെ, യാത്രയിൽ എന്നൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ്. അപ്പം മുന്നിൽ എന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രയോഗം അറബി ഭാഷയിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞാനിവിടെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവർ അങ്ങനെ യാത്ര തുടർന്ന് മാർക്കറ്റ് പ്ലേസിലെത്തി അല്ലേ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നിധി, ആ ഒരു യൂസുഫ് അലൈഹിസ്സലാം, അതൊരിക്കലും അവർക്ക് അർഹതപ്പെട്ടതല്ലെന്നും അവർക്കറിയാം.
അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവരെ ഒളിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്ന് മാർക്കറ്റ് പ്ലേസിലെത്തിയ ഉടൻ തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു അടിമയെ വിറ്റിട്ട്, ഈ കുട്ടിയെ വിറ്റ് ആ ഒരു പണം കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് അത് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അവരെ വിൽക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വശറൗഹു ബിസമനിൻ ബഖ്സിൻ. അവർ തുച്ഛമായ വിലക്ക്, വളരെ നിസാരമായ വിലക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ബഖ്സിൻ എന്ന വാക്കിൻ്റെ ഉപയോഗം, ഖുർആനിലായി ഉപയോഗിച്ചിരിക്കുന്ന ബഖ്സിൻ എന്ന പദം ഈ ഇടപാടിൽ അവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. ഒരു നഷ്ട കച്ചവടമായിരുന്നു അവിടെ നടന്നത് എന്ന് പറയാനാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നഷ്ടക്കച്ചവടമായത്? രണ്ട് രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമതായി യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ എടുക്കുകയാണെങ്കിൽ, ഒരിക്കലും ഒരു വില മതിക്കാനാവാത്ത അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ളൊരു നിധിയായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത് അല്ലേ. എത്ര വില കൊടുത്ത് വിറ്റാൽ പോലും യഥാർത്ഥ മൂല്യത്തിന് തുല്യമായിട്ടുള്ളൊരു വില അവർക്ക് ലഭിക്കുകയില്ലായിരുന്നു. കാരണം അത്രക്ക് വിലമതിക്കാനാവാത്ത വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം അല്ലേ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സാധാരണ ഒരു അടിമയ്ക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുമല്ലോ, ആ ലഭിക്കുന്ന വിലയേക്കാൾ വളരെ കുറവായ വിലക്കാണ് അവർ വിപണിയിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞത്. 100 കണക്കിന് വെള്ളി നാണയങ്ങൾ കിട്ടേണ്ടവർക്ക് അവരതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം വിലക്കാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞത് എന്നാണ് നമുക്കിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യൂസുഫിൻ്റെ യഥാർത്ഥ മൂല്യത്തിൻ്റെ 10% മാത്രമായിരിക്കാം അവർക്ക് ലഭിച്ചതെന്ന്. അപ്പോൾ ഈ കാര്യത്തെ കൂടുതൽ ശക്തമായി വ്യക്തമാക്കുന്ന ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ദറാഹിമ മഅദൂദ, എണ്ണിക്കൂട്ടാവുന്ന അല്ലെങ്കിൽ കയ്യിലെണ്ണാവുന്ന കുറച്ച് വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നതിലൂടെ അല്ലേ. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റപ്പോൾ അവർക്ക് ലഭിച്ച തുക എത്രമാത്രം ചെറുതായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നാണയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കറൻസീനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവർത്തനം ചെയ്തിരിക്കുന്നത് പദം ദറാഹിമാണ് അല്ലേ. ദറാഹിം ശരിക്കും ദിർഹം എന്ന പദത്തിൻ്റെ ബഹുവചനമാണ്, പ്ലൂറലാണ്. ഈ പദത്തിൻ്റെ ഉത്ഭവം ദറാഹിം അല്ലെങ്കിൽ ദിർഹം എന്ന പദത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീക്ക് ഭാഷയിലെ ഡ്രാഷൻ എന്നാണ് നമ്മൾ എഴുതുക, പക്ഷേ ഡ്രാം എന്ന് വായിക്കുക. ഡ്രാം എന്ന നാണയത്തിൽ നിന്നാണ്. കാരണം ആദ്യം അത് ഉപയോഗിച്ചത് ഗ്രീക്കുകാരായിരുന്നു. റോമക്കാർ അവരുടെ സ്വന്തം സ്വർണ്ണ നാണയങ്ങൾ അച്ചടിക്കുകയും അവയെ ഡിനാരിയസ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾക്ക് സ്വന്തമായിട്ട് ഒരു നാണയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ റോമൻ പെർഷ്യൻ നാണയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഉമയ്യദ് ഖലീഫയായ അബ്ദുൽ മാലിക് ഇബ്ന് മർവാൻ ആണ് മുസ്ലിങ്ങൾക്കായി ആദ്യമായി സ്വർണവും വെള്ളിയും നാണയമായി അടിച്ചത്. അദ്ദേഹം വെള്ളി നാണയത്തിന് ദിർഹം എന്നും സ്വർണ്ണ നാണയത്തിന് ദീനാർ എന്നും പേരിട്ടു. ഈ പുരാതന നാണയങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഇന്നും നിലനിൽക്കുന്നതാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയുന്നൊരു കാര്യമാണ് അല്ലേ. ഉദാഹരണത്തിന് ദിർഹം, UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലേ, അതിൽ ഉപയോഗിക്കുന്ന കറൻസി ദിർഹമാണ്. അൾജീരിയ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ലിബിയ, സൗദി അറേബ്യ ഇവരെല്ലാം ഉപയോഗിക്കുന്ന കറൻസിക്കുള്ള പേര് ദീനാർ എന്നാണ് അല്ലേ. ദറാഹിമ മഅദൂദ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ തുച്ഛമായ, കയ്യിലെണ്ണാവുന്ന, എണ്ണിക്കണക്കാക്കപ്പെട്ട വെള്ളി നാണയങ്ങൾക്ക് പകരമായിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ അവരങ്ങനെ വിറ്റ് കളഞ്ഞു. ഈ കച്ചവടത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കച്ചവടം നടത്തിയ ആ യാത്രാ സംഘത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. വകാനൂ ഫീഹി മിനസ് സാഹിദീൻ എന്ന് അല്ലേ. അവർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
എന്തുകൊണ്ടായിരിക്കും? യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ വളരെ തുച്ഛമായ വിലക്കാണ് വിറ്റ് കളഞ്ഞത് അല്ലേ? യൂസുഫ് അലൈഹിസ്സലാമിന് വേണ്ടത്ര വിലയൊന്നും അവർ നൽകിയിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലായിരുന്നു അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവർ നേരായ രീതിയിലായിരുന്നു ആ ഒരു കച്ചവടം നടത്തിയതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ളൊരു മാർക്കറ്റിൽ, ഒരു നിയമപരമായിട്ടുള്ള വിപണിയിലായിരുന്നു വിറ്റിരുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു ട്രേഡ് മുഖേന വലിയൊരു സമ്പത്ത് തന്നെ ലഭിച്ചേനെ. കാരണം ഏറ്റവും വില കൂടിയ അടിമകളിൽ ഒരാളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ദീർഘകാലം സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു ബാലൻ അല്ലേ? നമുക്കറിയാം യൂസുഫ് അലൈഹിസ്സലാം ആകട്ടെ വളരെ ഭംഗിയുള്ളൊരു മോനുമായിരുന്നായിരിക്കാം. അപ്പം എല്ലാം കൊണ്ടും അവർക്ക് വലിയൊരു സമ്പത്ത് ലഭിക്കാവുന്ന ഒരു കച്ചവടമായേനെ. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ലക്ഷ്യത്തിൽ തുച്ഛമായ വിലക്കാണ് വിറ്റ് കളഞ്ഞത്. എന്നാൽ യൂസുഫിന് വേണ്ടി അവരാലോചിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ ചിലവുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവർ കളഞ്ഞു കിട്ടിയ ഒരു മുതലായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം അല്ലേ? അപ്പോൾ അവർക്ക് അത് എത്ര കുറഞ്ഞ വിലക്കാണെങ്കിൽ പോലും അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞു. ആ ഒരു കാര്യത്തിൽ അവർക്കൊരു നഷ്ടബോധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് പോലെ തന്നെ അല്ലേ? അതൊരു മനസ്സിൻ്റെ ഒരു നിലപാടാണത്, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രം എന്നൊക്കെ പറയാം. സൗജന്യമായി ലഭിക്കുന്ന വസ്തുക്കൾക്ക് നമ്മൾ വില കൽപ്പിക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കാതെ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ അല്ലേ, നമ്മുടെ ചുറ്റിനുള്ളവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മളത് ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കും. നമ്മളതിന് ഒരു വില കൽപ്പിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു എന്നാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ മതമായ ഇസ്ലാം, മുസ്ലിമായി ജനിച്ച പലർക്കും മതത്തിലേക്ക് മാറിയവർക്കുള്ളതുപോലെ ഈമാനിൻ്റെ മൂല്യം ആഴത്തിൽ ബോധ്യമാകാറില്ല അല്ലേ? നമ്മൾ മുസ്ലിമായി ജനിക്കുക അല്ലെങ്കിൽ ഇസ്ലാം ലഭിക്കുക, അതിൻ്റെ ആ വെളിച്ചം ലഭിക്കുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങൾ തിരിച്ചറിയാറില്ല അല്ലേ? എന്നാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും ഒരുപാട് നഷ്ടങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടും ശരിയായ രീതിയിൽ ഇസ്ലാമിനെ പഠിച്ചും പൂർണ്ണ രീതിയിൽ ഒരു മുസ്ലിമായി വരുന്ന ഒരാൾക്ക് ആ ഒരു ദീൻ എത്രത്തോളം വിലമതിക്കുന്ന ഒന്നായിരിക്കും അല്ലേ? അയാളുടെ ഹൃദയത്തിൽ ആ ദീനിന് അല്ലെങ്കിൽ ആ ഈമാനിന് ഒരുപാട് ആഴമേറിയ റെസ്പെക്റ്റും ആ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ ഉണ്ടാവും അല്ലേ? അവരുടെ മനസ്സിൽ ആ ദീൻ അത്രമേൽ അമൂല്യമായി തീർന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ അപ്പം നമുക്ക് ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന, നമ്മളധികം കഷ്ടപ്പെടാണ്ട് കിട്ടുന്ന പലതിനെയും നമ്മൾ ജീവിതത്തിൽ വില മതിക്കില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ യാത്രാ സംഘവും. അവർക്ക് എളുപ്പത്തിൽ കിട്ടിയ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ അവരത് മോഷ്ടിച്ചൊരു മുതലായിരുന്നു അല്ലേ? ഇവരെന്തുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന് ഈ വില നൽകാതിരുന്നത്, അല്ലെങ്കിൽ വിലയുള്ളവനായി കണക്കാക്കാതിരുന്നത്? അവർ മോഷ്ടിച്ചൊരു വസ്തുവായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. അതിനാൽ അവനെ വേഗത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സാധാരണയായി മോഷ്ടിച്ച വസ്തുക്കൾ വിൽക്കുന്നവർ പിടിക്കപ്പെടുന്നതിന് മുമ്പ് അത് വേഗത്തിൽ വിറ്റു തീർക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ അതേ സെയിം നിലപാടായിരുന്നു ഈ യാത്രാ സംഘത്തിനും. അതേസമയം അവർക്കും അവരുടെ മനസ്സിൽ വേറൊരു കുറ്റബോധം കൂടി ഉണ്ടായിരുന്നു. യാതൊരു കുറ്റവുമില്ലാത്ത നിഷ്കളങ്കനായ ഒരു നിരപരാധിയായ ബാലനെ അവർ പിടിച്ചുകൊണ്ടുപോയെന്ന ആ ഒരു ബോധം യാത്രക്കാരുടെ മനസ്സിൽ കുറ്റബോധം സൃഷ്ടിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിടിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരു കുട്ടിയെ അവർ തടവിലാക്കി എന്ന തിരിച്ചറിവ് തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് അവർക്ക് ഒരു അകലം പാലിച്ചതും അവർ ആ ഒരു കാര്യത്തിൽ താല്പര്യമില്ലാത്തവരാവുകയും എത്രയും പെട്ടെന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ കിട്ടിയ വിലക്ക് വിറ്റ് കളയുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചറിയാനും അതിൻ്റെ വേണ്ടത്ര അതിന് വില കൊടുക്കാനും വില കൽപ്പിക്കാനും അതിനെ അള്ളാഹുവിന് തൃപ്തിയുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനും നന്ദിയുള്ളവരിൽ പെടാനും പടച്ചവൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഓരോരുത്തരെയും. ആമീൻ. ഈ രണ്ടായത്തെ ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലാസ്സിലെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
അപ്പോൾ ഈ ഒരു ആയത്തിൽ നമുക്ക് തുടക്കത്തിൽ 19-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാം എത്ര കാലം ആ കിണറിൽ കിടന്നു എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നില്ല. നമ്മൾ ബൈബിളും ബാക്കി ചില ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പല വിവർത്തനങ്ങൾ. ഒരെണ്ണത്തിൽ നമുക്ക് കാണാം യൂസുഫ് അലൈഹിസ്സലാമിനെ പിന്നീട് സഹോദരന്മാർ തിരിച്ചു വന്ന് കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റിയെടുത്ത് വിൽക്കുന്നതായിട്ടും ഒക്കെ, പിന്നെ വേറെ രീതിയിൽ ഉള്ള ഭയം വരുത്തുന്ന യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ കിടക്കുമ്പോൾ അവിടെ തേളും പാമ്പും ഒക്കെ വരുന്നതായിട്ടുമൊക്കെ, അങ്ങനെ പല രീതിയിലുള്ള കഥകൾ കാണാൻ കഴിയും. പക്ഷെ ഖുർആനിൽ ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും തന്നെ നൽകുന്നില്ല. അതിനെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു ഭംഗിയെക്കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചും എന്തുകൊണ്ടാണെന്നുള്ള ഹിക്മത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി ഓൾറെഡി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല നമുക്ക്. അതിൻ്റെ യഥാർത്ഥ രീതി എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പക്ഷേ ആ കിണറ്റിലായിരുന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ഒരു ശുഭപ്രതീക്ഷയുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്ര ഇരുട്ടിലാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്ക് നൽകുന്നത് അല്ലേ. പിന്നീട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയും ആരാണ് ഈ യാത്രാസംഘം, ഏതാളാണ് വെള്ളം കോരാൻ പോയതെന്നോ, ആരാണ് ആ യൂസുഫ് അലൈഹിസ്സലാമിനെ ആദ്യമായി കണ്ടതെന്നോ, ഈ യാത്രാസംഘത്തിൽ ആരൊക്കെ ഉണ്ടായി, എത്ര പേരുണ്ടായി, എത്ര ദിർഹത്തിനാണ്, പല രീതിയിൽ 3 പ്രാവശ്യം യൂസുഫ് ഈ ഒരു കച്ചവടത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലാഹ് 3 രീതിയിൽ പറയുന്നുണ്ടല്ലോ. ആദ്യം സമനും ബഹ്സിൻ എന്നാദ്യം പറയുന്നുണ്ട്. തുച്ഛമായ അല്ലെങ്കിൽ അർഹതയില്ലാത്ത വില അല്ലേ, വളരെ തുച്ഛമായ വിലയ്ക്ക്. ദറാഹിമ മഅദൂദ എന്ന് പിന്നെ പറയുന്നുണ്ട്. എണ്ണിക്കണക്കാക്കപ്പെട്ട, കയ്യിലെണ്ണാവുന്ന വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പല പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കച്ചവടത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും എത്ര വിലക്കാണ് വിറ്റത് അല്ലെങ്കിൽ എത്ര ദിർഹത്തിനാണ് വിറ്റത് എന്നുള്ളത് നമ്മളോട് ഇവിടെ പറയുന്നില്ല. അത്തരം ഡീറ്റെയിൽസ് എല്ലാം തന്നെ മറച്ചു വച്ചിരിക്കുകയാണ് അല്ലേ. അതാണ് ഖുർആൻ്റെ ഭംഗിയും. നമുക്കതിലൊന്നുമല്ല കാര്യം എത്ര വിലയാണെന്നോ. കാരണം ഇപ്പം എത്ര തന്നെ വില പറഞ്ഞാലും യൂസുഫ് അലൈഹിസ്സലാമിന് ആ വിലയിലൊന്നും നമുക്ക് ഒതുക്കാൻ കഴിയില്ല അല്ലേ. വിലമതിക്കാനാവാത്ത അമൂല്യമായിട്ടുള്ളൊരു നിധി തന്നെയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. പിന്നെ ഈ മനുഷ്യർ എത്രത്തോളം അവർക്ക് അറിവില്ലാത്തവരായിരുന്നു എന്നും കൂടി നമുക്കിതിലൂടെ കാണിച്ചു തരികയാണ് ഈ യാത്രാസംഘക്കാർ. ഇവരറിയുന്നില്ലല്ലോ, പക്ഷേ ഈ വേറൊരു ഡീറ്റെയിൽസ് തന്നില്ലെങ്കിൽ പോലും നമുക്ക് അടുത്ത ആയത്തിൽ കാണാൻ കഴിയും ഇവർ ഈ വിൽക്കുന്നത് ഈജിപ്തിലാണെന്ന് ഉള്ള ഇൻഫോർമേഷൻ മാത്രം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്? കാരണം വലിയൊരു ആ ഒരു ഹിസ്റ്ററിയുടെ വലിയൊരു ആരംഭമാണ് ഈ ഒരു വിൽപ്പനയിലൂടെ ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. യൂസുഫ് അലൈഹിസ്സലാം ആരെന്ന് ഇവർ തിരിച്ചറിയാതെയാണ് ഇത്ര തുച്ഛമായ വിലയ്ക്ക് ഈ ഒരു വിൽപ്പന ഇവർ നടത്തുന്നത്. ഇവരുടെ നാളത്തെ അധികാരിയാണ്, ഒരു മിനിസ്റ്റർ ആവാൻ പോകുന്ന ആളാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല അല്ലേ. ഈജിപ്തിനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഈജിപ്തിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ വില മതിക്കാനാവാത്ത വലിയൊരു റോൾ പ്ലേ ചെയ്യാവുന്ന ഒരു വലിയൊരാൾ തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന് ഇവരാരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു വില കൽപ്പിക്കാനാവുന്നതുമില്ല അല്ലേ. എന്നാൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാ കാര്യങ്ങളും, എല്ലാ ഗൈബായിട്ടുള്ള കാര്യങ്ങളും അറിയുന്നവനായ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു താനും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരവിടെ ജാഹിദീൻ എന്ന് പറയുന്നതും. അവർക്ക് യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോഴും അത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും എന്താണ് ഓരോന്നിൻ്റെയും ഉദ്ദേശം അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്തായിരിക്കും, അതിൻ്റെ ആ പര്യവസാനം ഒന്നും നമുക്കറിയില്ല അല്ലേ. ആ ഒരു വിൽപ്പനയോട് കൂടി യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ ഈജിപ്തിൽ എത്തിച്ചേരുകയാണ് അല്ലേ. എത്രയോ വലിയ കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ കിടക്കുന്നത്. അപ്പോൾ എത്രയോ വിജയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമെ ഉയർത്തുമെന്നൊക്കെ നമ്മൾ ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആർക്കാണ് ഈ യാത്രാസംഘം യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റതെന്നുള്ളത് നമുക്ക് അടുത്ത ആയത്തിൽ 21-ാമത്തെ ആയത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാം. ഇന്നത്തേക്ക് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 ആയത്ത് മാത്രമേ ഇന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك ونشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.